ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അരച്ചുട്ട പത്തിരിയുടെയും ഈസി തക്കാളി മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് തലേന്ന് രാത്രി കഴുകി കുതിർത്ത് വെച്ച റേഷനരിയാണ്. അതിവിടെ കുറേശ്ശെ ഉപ്പ് ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു കട്ടിയായി അരച്ചെടുക്കാം. ഇതിൽ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. സാധാരണ അരി അരയ്ക്കുന്ന പോലെയല്ല, കുറച്ചധികം ടൈം എടുക്കും ഇത് അരഞ്ഞ് കിട്ടാൻ. അരി ഇവിടെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ അരച്ച അരി എടുത്തിട്ട് കുറേശ്ശെ ഉരുളയാക്കി ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് പരത്തിയാൽ മതി, നല്ല വേവാവും, വെന്ത് കിട്ടുള്ളൂ. ഒരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിലിനി കുറേശ്ശെ നെയ്യ് ഒഴിച്ച് നന്നായി ചെറിയ തീയിലിട്ട് വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും നന്നായി വെന്ത് കിട്ടൂല. പത്തിരി ഇവിടെ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. അതിനി നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് സിമ്പിൾ തക്കാളി മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 4-5 പച്ചമുളക് നെടുകെ കീറിയതിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2-3 തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. തക്കാളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് കൊടുത്ത് നന്നായി ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോഴിമുട്ട തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തി, വെള്ളപ്പം എന്നിങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അരച്ചുട്ട പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തക്കാളി മുട്ടക്കറി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.